റവന്യൂ മന്ത്രി കെ രാജനെതിരെ കോഴിക്കോട് കളക്ടറേറ്റിൽ NGO യൂണിയന്റെ പ്രതിഷേധം. റവന്യൂ വകുപ്പിലെ മാനദണ്ഡ വിരുദ്ധ സ്ഥലംമാറ്റ ഉത്തരവുകൾ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട്. രാഹുൽ, എന്താണ് ഈ റവന്യൂ ജീവനക്കാരുടെ പ്രതിഷേധത്തിന് കാരണം? മന്ത്രി അതിൽ ഇടപെട്ടിട്ടുണ്ടോ? വിജയകുമാർ, റവന്യൂ വകുപ്പിലെ സ്ഥലംമാറ്റ ഉത്തരവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം NGO യൂണിയന്റെ നേതൃത്വത്തിൽ ഏറെക്കാലമായി നിലനിൽക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ തന്നെ 8 റവന്യൂ ജീവനക്കാരെ സ്ഥലം മാറ്റിയത് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് എന്നതാണ് NGO യൂണിയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ കോഴിക്കോട് ADM-നെ ഉപരോധിക്കുകയും ഇതിൽ ADM പരാതി നൽകുകയും NGO യൂണിയൻ നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ വിലങ്ങാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗത്തിന് റവന്യൂ മന്ത്രി കളക്ടറേറ്റിലെത്തിയത്. ഈ യോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് NGO യൂണിയന്റെ നേതൃത്വത്തിൽ ഫ്ലെക്സ് ബോർഡുകളുമായി പ്രതിഷേധത്തിനെത്തിയത്. റവന്യൂ വകുപ്പിലെ മാനദണ്ഡ വിരുദ്ധ സ്ഥലമാറ്റ ഉത്തരവുകൾ പിൻവലിക്കണമെന്ന ബോർഡുമായാണ് NGO യൂണിയൻ രംഗത്തെത്തിയത്. പക്ഷേ ഇതിനോട് പ്രതികരിക്കാൻ റവന്യൂ മന്ത്രി തയ്യാറായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മന്ത്രിയോട് ഈ പ്രതികരണം ചോദിച്ചിരുന്നു. അപ്പോൾ മന്ത്രി നൽകിയത് ഈ പ്രതിഷേധം വിവിധ ഇടങ്ങളിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നുണ്ട്, അതിനൊക്കെ തനിക്ക് മറുപടി പറയേണ്ട കാര്യമില്ല എന്നതാണ് മന്ത്രി ഇതിനോട് പ്രതികരിച്ചത്. പക്ഷേ സമരക്കാരോട് നേരിട്ട് സംസാരിക്കാനോ സമരക്കാർ മന്ത്രിയോട് സംസാരിക്കാനോ തയ്യാറായിട്ടില്ല. ഈ ഉത്തരവ് പിൻവലിക്കും വരെ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് NGO യൂണിയൻ ഈ ഘട്ടത്തിൽ പറയുന്നത്. എന്താണെങ്കിലും മന്ത്രിയുടെ മുന്നിൽ നേരിട്ട് പ്രതിഷേധവുമായി എത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാറുകയും ചെയ്തു. വിജയകുമാർ, റവന്യൂ വകുപ്പിലെ മാനദണ്ഡ വിരുദ്ധ സ്ഥലം മാറ്റ ഉത്തരവുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് അവിടെ പ്രതിഷേധം നടക്കുന്നത്. രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.